ഹലോ ഫാമിലി, എന്നാൽ പിന്നെ ഒരു നെയിം മീറ്റിംഗ് ചലഞ്ച് ആവാല്ലേ. ഇന്നൊരു സ്പെഷ്യൽ നെയിം മീറ്റിംഗ് ചലഞ്ചാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ ഉമ്മാൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്ന് ഉമ്മാൻ്റെ പിറന്നാളായിട്ട് ഒരു നെയിം മീറ്റിംഗ് ചലഞ്ച് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിനെന്താ നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ യു വെച്ചിട്ട് അങ്ങോട്ട് ഉപ്പ് കഴിച്ചു കേട്ടോ. ഉപ്പ് കഴിച്ച് കഴിഞ്ഞിട്ട് എം വെച്ചിട്ട് മുളകാണ് കഴിച്ചത്. ഞാൻ കുറച്ചാ കഴിച്ചുള്ളൂ, എരിവ് സഹിക്കാനുള്ള ശക്തി എനിക്കില്ല. അത് കഴിഞ്ഞിട്ട് നേരെ പോയത് എം വെച്ചിട്ട് ഇതെന്താണെന്നറിയോ, ഞാൻ മേലെ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ, മഞ്ഞൾപ്പൊടി വെള്ളമാണ് കേട്ടോ കുടിച്ചത്. ഇത് കുടിച്ചാൽ സ്കിൻ അടിപൊളിയായി ഗ്ലോ ആവും, ബ്രൈറ്റ് ആവും എന്നുള്ള കാരണത്താൽ ഞാനതിരുന്ന് ഒറ്റയടിക്ക് അങ്ങോട്ട് മുഴുവൻ അങ്ങോട്ട് കുടിച്ച് തീർത്തിരിക്കണു. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ യു വെച്ചിട്ട് ഉലുവയാണ് കേട്ടോ. ഉലുവയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അടുത്ത പണി വരുന്നുണ്ട്. കാരണം ഇതിൻ്റെ എല്ലാ ഐറ്റംസും എൻ്റെ അനിയത്തിയാണ് എടുത്ത് തന്നത്. അപ്പോൾ തന്നെ എനിക്ക് കത്തിയിട്ടുണ്ടായിരുന്നു, എനിക്കുള്ള പണിയാണ്. കാരണം വെച്ചിട്ട് കപ്പയ്ക്കൊക്കെയാണ് തന്നിട്ടുള്ളത്. കപ്പയ്ക്ക എക്സ്പ്രഷൻ ഇല്ലാതെ കഴിക്കാൻ പറ്റും എന്ന് ഞാനിവിടെ തെളിയിച്ചിരിക്കുകയാണ് ഗൈസ്. പക്ഷേ പാളിപ്പോയി എൻ്റെ കയ്യിൽ നിന്ന്. എന്നെക്കൊണ്ടൊന്നും പിടിച്ച് നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നിങ്ങളിപ്പോൾ കാണാം, ഒരു അവിഞ്ഞ ടേസ്റ്റ് ഇട്ടോ. ഉലുവൻ്റെയും പിന്നെ കപ്പയ്ക്കും കൂടി ആയപ്പോൾ ഒന്നും പറയാനില്ല. നിങ്ങൾ എന്തായാലും എൻ്റെ എക്സ്പ്രഷൻസ് ഒക്കെ സഹിച്ചേ പറ്റുള്ളൂ കേട്ടോ. യു വെച്ചിട്ട് ഉള്ളി കഴിച്ച് ഉള്ളി കുറച്ചാൽ കഴിക്കണുള്ളൂ. കപ്പയ്ക്കും ഉള്ളിയൊക്കെ കൂടെ കഴിച്ചപ്പോൾ മൊത്തത്തിലൊരു അവിയൽ പരുവായി കിടക്കുകയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് എൽ വെച്ചിട്ട് ലയൺ ഡേറ്റ്സ് ആണ് കഴിച്ചത്. ഈത്തപ്പഴം കഴിച്ചപ്പോൾ ഒരു നല്ല സമാധാനം കേട്ടോ. അത് നിങ്ങൾക്ക് എൻ്റെ എക്സ്പ്രഷനിൽ നിന്ന് കാണാം. കാരണം അത്രയും വായിൽ എന്താ ടേസ്റ്റ് എന്ന് കൂടെ അറിയാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ അങ്ങനെ ലയൺ ഡേറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ പോയത് എസ് വെച്ചിട്ട് ഷുഗർ കഴിച്ചു. അതും എനിക്ക് കുറച്ച് സമാധാനം തന്നൊരു ഐറ്റമായിരുന്നു. പിന്നെ ലാസ്റ്റ് യു വെച്ചിട്ട് ഉള്ളി കഴിച്ചു കേട്ടോ. ഉള്ളി നമ്മളിവിടെ റിപ്പീറ്റഡായി കാണിക്കുന്നുണ്ട്, കാരണം ഐറ്റംസ് അത്രയേ ഉള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉമ്മാക്കൊന്ന് വിഷ് ചെയ്യണം കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. അപ്പോൾ എൻ്റെ വകയും ഉമ്മാക്ക് ഹാപ്പി ബർത്ത്ഡേ, ലവ് യു.